ഞാനിവിടെ എടുത്തത് 3 ക്യാരറ്റാണ് കേട്ടോ. 3 ക്യാരറ്റ് നല്ലതുപോലെ കഴുകി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ വലുപ്പമായിരിക്കും, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. അപ്പോൾ അതെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഓയിൽ ഉപയോഗിച്ചത് നല്ലെണ്ണയാണ്. വെളിച്ചെണ്ണയിലും ഇതുണ്ടാക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല കൈക്കോ കാലിനൊക്കെ ഡ്രൈനെസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ഈ തണുപ്പ് കാലത്ത് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇതേപോലെ നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ടിട്ട് നല്ലതുപോലെ മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഗ്യാസ് മേൽ വെക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവില്ല, എല്ലാത്തിനും ഒരേപോലെ ആയിരിക്കും ചൂട് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്നത് വരെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യാം. എന്നിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഇതാക്കിയെടുത്താൽ മതി. നമ്മൾ എടുക്കുന്ന പാത്രം എന്ന് വെച്ചാൽ നല്ലൊരു കട്ടിയുള്ള പാത്രമായിരിക്കണം, എന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാതെ വയ്ക്കാം. അപ്പോൾ ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ആക്കിയെടുക്കാം. പിന്നെ ക്യാരറ്റിൻ്റെ ഈ പച്ച മണം മാറി ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഇങ്ങനെ ഓഫ് ചെയ്ത് ഇപ്പോൾ തണഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിലാക്കി വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഈ ഓയിൽ അരിപ്പയിൽ ആക്കി ഒഴിക്കണം എന്ന് പറയുന്നില്ല. ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഇതുപോലെ പിഴിഞ്ഞ് എല്ലാ എണ്ണയും നമുക്ക് ഇതേപോലെ സ്റ്റോർ ചെയ്യാൻ കഴിയും. എന്നിട്ട് ഇത് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഓയിലാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണേ. താങ്ക് യു.